മലയാളി ഭാഷ പഠിച്ചെങ്കിൽ 10 റിയാൽ ഉണ്ടാക്കണം. മലയാളി ഭാഷ പഠിച്ചില്ലെങ്കിൽ 10 റിയാൽ ഉണ്ടാക്കാൻ പറ്റൂല. ഇത് ബസ്സായിരുന്നാ നമ്മുടെ ഹലോ ഗൈസ്, നമ്മളിന്ന് നേപ്പാൾ നഗരത്തിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ദർബാർ സ്ക്വയർ ആണ് പരിചയപ്പെടുന്നത്. കാഠ്മണ്ഡു നഗരത്തിലെ തന്നെ തമേൽ എന്ന് പറയുന്ന മാർക്കറ്റിന്റെ ഉള്ളിലാണ് ഈ ദർബാർ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. തമേൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇതിനുള്ളിലെ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഈ ദർബാർ സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ തമേൽ മാർക്കറ്റിനുള്ളിലൂടെ നടന്ന് ദർബാർ സ്ക്വയർ ഏരിയയിലേക്ക് എത്തും. വളരെ പ്രത്യേകതകളുള്ളൊരു സ്ഥലം തന്നെയാണ്. കുറേ പഴയ ബിൽഡിങ്ങുകൾ, ക്ഷേത്രങ്ങൾ, അതേപോലെ തകർന്നടിഞ്ഞ കുറേ ബിൽഡിങ്ങുകൾ, മ്യൂസിയം, അങ്ങനെ ഒരുപാട് നിർമ്മിതികളുള്ള ഒരു ഏരിയ തന്നെയാണ് ദർബാർ സ്ക്വയർ. അവിടെ വിദേശികൾക്ക് ടിക്കറ്റ് വേണം, ഇന്ത്യക്കാരായിട്ട് പോകുന്ന നമുക്കും ടിക്കറ്റ് വേണം. നല്ല ചാർജാണ്. 500 രൂപയാണ് അവിടേക്കുള്ള എൻട്രി ടിക്കറ്റ്. പക്ഷെ ആ ടിക്കറ്റ് എടുത്താൽ കാണാൻ അത്രയും കാഴ്ചകളുണ്ട്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. കുറേ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യത്തിലേക്കായിരിക്കും ചിലപ്പോൾ അവർ ഈ ഒരു ഫണ്ട് കളക്ട് ചെയ്യുന്നത്. 500 റുപ്പീസാണ് അവിടുത്തെ ചാർജ്. പക്ഷേ നമ്മൾ ലഗേജും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കാരണം നേപ്പാളീസൊക്കെ പോകുന്ന പോലെ സിമ്പിളായിട്ട് നടന്നു പോയാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഒരുപാട് വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അതിനെ ചുറ്റിപ്പറ്റി കുറേ ഫോട്ടോസ് എടുക്കാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, അതേപോലെ തന്നെ അല്ലാത്ത ഫോട്ടോഷൂട്ടുകൾ, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഉള്ളിലേക്കൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിന് കുറേ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. വിദേശികൾക്ക് അവരെ ഗൈഡുമാർ വന്നിട്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് സ്ക്വയറിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അവിടുത്തെ ഓരോ ഏരിയയും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബാണ്. കാരണം ഇന്ത്യയിലെ പോലെയല്ല, നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ആംബിയൻസും ഒക്കെയാണ്. നേപ്പാൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. അതിനുള്ളിൽ സൈക്കിൾ റിക്ഷകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കുറേ ഏരിയയിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഇപ്പോൾ ചൈനയൊക്കെ ഇടപെട്ടിട്ടാണ് അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഒരുവിധമൊക്കെ നടത്തുന്നതെന്ന് പറയുന്നത് കേട്ടു. ഇതവിടെ നമ്മൾ പരിചയപ്പെട്ടൊരു ഹോട്ടലാണ്. സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പുള്ളിക്കാരൻ ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ കുറച്ച് സിമിലാരിറ്റി തോന്നുന്ന ഭക്ഷണങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ കുറേ ദിവസമായിട്ടുള്ള നേപ്പാൾ യാത്ര ആയതുകൊണ്ട് ഒരു കേരളീയ ഭക്ഷണം കഴിക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഹോട്ടലിൽ എത്തിയത്. നല്ല ഭക്ഷണമായിരുന്നു. അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പോരാതെ ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള റീലുകൾ നമ്മൾ ഫുഡ് സ്റ്റോറീസ് ആയിട്ട് തന്നെ നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. സാധാരണഗതിയിൽ നേപ്പാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദുബായ്ക്കാരെ പറയുന്ന പോലെ കുബൂസും മയനീസും പോലെ ഈ മോമോസും നൂഡിൽസും അത് തന്നെയായിരുന്നു നമ്മളെ കുറേ ദിവസത്തെ ഭക്ഷണം. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചോറും ബീഫ് കറിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നല്ല ഭക്ഷണമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. റൈസ് നമ്മളെ നാട്ടിലെ റേഷനരി പോലെയാണ്. പക്ഷേ ബീഫൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. പൈസയ്ക്ക് കുറച്ച് ക്ഷാമം വന്നപ്പോൾ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയതാണ്. പക്ഷെ അവിടെ ഇന്ത്യൻ റുപ്പി ഒരു മാറ്റി തരൂല. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. നമുക്ക് ലുംബിനി പോകണം. ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനിയാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. നഗരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനം കണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ടൗൺ ഏരിയ അത്ര റഷൊന്നുമില്ല ഇവിടെ. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്താണ് റഷും കാര്യങ്ങളും. ബസ് സ്റ്റാൻഡിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സെമി മലയാളിയാണ്. പുള്ളിക്കാരൻ അവിടുത്തെ ആൾ തന്നെയാണ്. പക്ഷേ പ്രവാസ ജീവിതത്തിൽ എവിടേക്കോ വെച്ച് മലയാളം നല്ല രീതിയിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അത് വെച്ചിട്ടാണ് ഇപ്പോൾ മൂപ്പര് മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം ടിക്കറ്റ് കൗണ്ടറിലുള്ള ഏജൻറ്റുമാർ നമ്മളെ പിടിച്ച് പറിച്ച് കൊണ്ടുപോകുമ്പോൾ മലയാളിയാണോ സാധനം കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു പുള്ളിക്കാർ ഓടി വരും. നമ്മളെന്തായാലും ആ വലയിൽ. പക്ഷെ പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു. നല്ല, എനിക്ക് തോന്നുന്നു 650 രൂപയ്ക്കാണ് ടിക്കറ്റ് ചാർജ് വന്നത്. നല്ല ബസ്സായിരുന്നു. പിന്നെ പോരാത്തതിന് ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലെ പോലെയല്ല. എല്ലാ ടൂറിസ്റ്റ് ഏരിയകളിലും ഇതിനുള്ള സെറ്റപ്പ് ഉണ്ടാവും. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി. തുടർന്നുള്ള കാഴ്ചകൾ നമ്മളെ അടുത്തൊരു ചാപ്റ്ററായിട്ട് വരുന്നതാണ്. താങ്ക് യു.